ഇന്ന് ജൂൺ 18 ഓട്ടിസം പ്രൈഡ് ഡേ. ഓട്ടിസം എന്ന അവസ്ഥയിലുള്ള ആളുകളെ മാറ്റുന്നതിനേക്കാൾ ഉപരി അവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു ദിനമാണ്. നമുക്കറിയാം, ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരും യുണീക്കാണ്. അവരെല്ലാവരും ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് വ്യത്യസ്തരുമാണ്. പലപ്പോഴും മാതാപിതാക്കൾ ഓട്ടിസം എന്ന അവസ്ഥയിലുള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വളരെ പരിഭ്രാന്തരായി ആ അവസ്ഥയെ പരിപൂർണമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനായി ഓടുന്നതായി കാണാം. മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഓട്ടിസം എന്നുള്ളത് ഒരു രോഗമല്ല, അത് തലച്ചോറിൻ്റെ ഒരു വ്യത്യസ്തതയാണ് എന്നുള്ളതാണ്. ന്യൂറോ ഡൈവർജൻ്റ് ആയ ഒരു വ്യക്തിയുടെ പെരുമാറ്റവും ആശയവിനിമയവും അവർ ഈ ലോകത്തെ കാണുന്നതും ചിലപ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഇത്തരം അവസ്ഥയെ വളരെ നേരത്തെ തന്നെ വിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കുകയും ഇവർക്ക് നേരത്തെയുള്ള ഏർലി ഇൻ്റർവെൻഷൻ ചികിത്സകളായിട്ടുള്ള ഓക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇവയൊക്കെ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികളുടെ പല കഴിവുകളും വളരെ നേരത്തെ മനസ്സിലാക്കാനും അവരെ വളരെ നേരത്തെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ സമൂഹത്തിൽ എത്തിക്കാനും നമുക്ക് കഴിയും. ഓട്ടിസം അവസ്ഥയിലുള്ളവരെ മാറ്റാൻ ശ്രമിക്കാതെ അവരെ കൂടെ മനസ്സിലാക്കുവാനും അവരെ അംഗീകരിക്കുവാനും അവർക്കാവശ്യമായ രീതിയിൽ സൗകര്യവും പിന്തുണയും നൽകി അവരെ കൂടി ഈ ഇൻക്ലൂസീവ് സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വർഷത്തെ ഓട്ടിസം പ്രൈഡ് ഡേ നമുക്ക് നൽകുന്ന സന്ദേശം, ഇത്തരം അവസ്ഥയിലുള്ള ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുക, അവരെ റെപ്രസെൻറ്റ് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ ഇൻക്ലൂസീവായിട്ടുള്ള ലോകത്തിലേക്ക് എത്തിക്കുക. Let's recognize, respect and include every individual just as they are.